തൃശൂർ നഗരഹൃദയത്തിൽ നിന്നും 5 കിലോമീറ്റർ മാത്രം മാറി ഗ്രാമീണതയുടെ ചാരുത വിടർത്തുന്ന ഇടമാണിത്. ആദിപരാശക്തിയായ ദേവിയുടെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒളരിക്കര. പ്രശസ്തമായ ഒളരിക്കര ദേവീക്ഷേത്രത്തിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. പടർന്നു പന്തലിച്ച വൻമരങ്ങൾ വിരിക്കുന്ന തണലിലൂടെ നടന്നെത്തിയാൽ മുന്നിലായി കാണുന്നതാണ് പ്രശസ്തമായ ഒളരിക്കര ദേവീക്ഷേത്രം. വെളിച്ചപ്പാട് അഥവാ കോമരം ഇന്നും നിലനിൽക്കുന്ന അപൂർവം ദേവീക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണിത്. നിരവധി പണ്ഡിത് ശ്രേഷ്ഠന്മാർക്ക് ജന്മം നൽകിയിട്ടുള്ള ഒരു ബ്രാഹ്മണ കുടുംബം താമസിച്ചിരുന്നതാണത്രേ ഇവിടെ. പരമ്പരകളായി ചിന്തകൾ കടഞ്ഞെടുത്ത അറിവുകൾ എഴുത്തോലകളിൽ പകർത്തി ഇവിടെ സൂക്ഷിച്ചിരുന്നുവത്രേ. അങ്ങനെ അവർക്ക് ഓല എന്ന സ്ഥാനപ്പേര് ലഭിച്ചു. ഓല ഇരിക്കും കര പിന്നീട് ഓലരിക്കരയും പിന്നെ ഒളരിക്കരയും ആയി മാറി എന്നാണ് ഐതിഹ്യം. ഈ ബ്രാഹ്മണ കുടുംബം തലമുറകളായി തങ്ങളുടെ നടുമുറ്റത്ത് വെച്ച് വനദുർഗയെ ആരാധിച്ചിരുന്നു. പിന്നീട് എങ്ങനെയോ തറവാട് ക്ഷയിച്ചതോടെ ഇല്ലം കുറേനാൾ അനാഥമായി കിടന്നു. വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ ദേവീചൈതന്യം കുടിയിരിക്കുന്ന വിവരം അറിയുന്നതും ക്ഷേത്രം പണിതുയർത്തുന്നതും. അയ്യന്തോൾ, ഒളരിക്കര, പുല്ലഴി, പുതൂർക്കര എന്നീ 4 ദേശങ്ങൾക്ക് തട്ടകത്തമ്മയായി വാഴുന്ന ഒളരിയമ്മ ക്ഷിപ്രപ്രസാദിനിയും ക്ഷിപ്രവരദായിനിയുമായാണ് കരുതപ്പെടുന്നത്. നാഗദേവതകളും ക്ഷേത്രപാലകനും തുടങ്ങി ഉപദേവതകൾ ക്ഷേത്രമതിൽക്കെട്ടിനകത്തുണ്ടെങ്കിലും പ്രധാന ഉപദേവത ക്ഷേത്രമതിൽക്കെട്ടിന് പുറത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്ന കണ്ടനാണ്. ക്ഷേത്രത്തിന് പുറത്ത് മൈതാനത്തിലൂടെയുള്ള ടാറിട്ട പാതയിലൂടെ നടന്ന് റോഡ് മറികടന്നാൽ അതിൻ്റെ മറുഭാഗത്തായി കണ്ടൻ കാവു കാണാം. ഒരു ദുർമന്ത്രവാദിയായിരുന്നത്രേ ശ്രീകണ്ഠൻ. ജീവിച്ചിരുന്നപ്പോൾ ചെയ്തുപോയ പാപകർമ്മങ്ങളുടെ ഫലമായി മരണമടഞ്ഞപ്പോൾ മോക്ഷം ലഭിക്കാതെ വന്ന ശ്രീകണ്ഠന്റെ ആത്മാവ് സ്വന്തം കുടുംബക്കാരെ നിരന്തരം ശല്യം ചെയ്തുകൊണ്ടിരുന്നത്രേ. അവസാനം വീട്ടുകാരുടെ നിരന്തര പ്രാർത്ഥനകളുടെ ഫലമായി ക്ഷേത്ര വെളിച്ചപ്പാടിൽ കുടിയേറിയ ദേവി കണ്ഠന്റെ ആത്മാവിനെ ബന്ധിച്ച് ഒരു കുടത്തിലാക്കി ഇവിടെ പ്രതിഷ്ഠിച്ചതാണെന്ന് പറയപ്പെടുന്നു. ദേവിയുടെ ഭക്തരെയെല്ലാം താനും അനുഗ്രഹിക്കുമെന്ന് ഉറപ്പ് നൽകിയ കണ്ഠനെ ദർശിക്കാതെ ഒളരിക്ഷേത്ര ദർശനം പൂർണ്ണമാകില്ലെന്നാണ് വിശ്വാസം.